ഇന്ന് നമ്മളുള്ളത് ലേക്ക് ഡിസ്ട്രിക്റ്റിലാണ്. ആ പൈക്കിലോട്ടാണ് നമ്മളിന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സൺറൈസ് 5:39 എന്തോ ആണ്. അങ്ങനെ നല്ലൊരു സൺസെറ്റോട് കൂടി ഇന്നത്തെ നമ്മുടെ ഹൈക്ക് തീർന്നിരിക്കുകയാണ്. ഡേ 1 സമാപിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം. ചെറുതായിട്ട് മഞ്ഞുതുള്ളികള്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഡേ 2 നല്ലൊരു സൺറൈസിലൂടെ നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങിയിരിക്കുകയാണ്. രാത്രി ഉറക്കം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മുടെ അത്യാവശ്യം ഫ്ലാറ്റ് സർഫേസ് തന്നെ അയച്ചുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ടെമ്പറേച്ചറും ഒരുപാട് താഴത്തോട്ട് പോയില്ല. പക്ഷെ രാവിലെ നല്ല തണുപ്പുണ്ട്. അപ്പം ഞങ്ങൾ ചെറുതായിട്ട് ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് സണ്ണിങ്ങനെ മുകളിലോട്ട് വരാനായിട്ട് ഇങ്ങനെ മുകളിലോട്ട് വന്നു. വാവ്, ലൈറ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലായിടത്തും ക്ലിയർ ആയി വരാനായിട്ട് തുടങ്ങി. ഇതുപോലെ ഹൈക്ക് ചെയ്ത് ഓവർനൈറ്റ് ക്യാമ്പ് ചെയ്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആരുമില്ലാത്തൊരു സ്ഥലത്ത് എങ്ങോട്ട് നോക്കിയാലും നല്ല വ്യൂ മാത്രം. ഒരു സൺസെറ്റും സൺറൈസും മഴയും കോടയും, ഇതൊക്കെയല്ല അതിൻ്റെ രസം. ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് കൃപ അവിടെ ടെൻറ്റും അതിൻ്റെ ഉള്ളിലുള്ള സ്ലീപ്പിംഗ് ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാകുമ്പോഴേക്കും നേരെ ടെൻറ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നേരെ സ്റ്റാർട്ട് ചെയ്യാം. മെല്ലെ ഇന്നത്തെ ടാസ്കുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് മഴയൊന്നും കാണിക്കുന്നില്ല, നല്ല വെതറാണ് കാണിക്കുന്നത്. ഫുള്ള് നല്ല വെയിൽ കാണിക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് 19 ഡിഗ്രി ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്കിന്ന് ഹാരിസൺ സ്റ്റിക്കിൾ കഴിഞ്ഞ് പേവിയാർക്കോ ആ ഒരു ഭാഗത്തേക്കായിട്ട് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാനായിട്ട് നോക്കണം. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ആ ഹാരിസൺ സ്റ്റിക്കിളിൻ്റെ ആ മൗണ്ടൻ വന്ന് കവർ ചെയ്തേക്കാം. കാരണം അതിൻ്റെ അപ്പുറത്ത് എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല. നോക്കണം.
നമ്മളങ്ങനെ ഹാരിസൺ സ്റ്റിക്കറിലെ സമ്മിറ്റ് അടിച്ചിരിക്കുകയാണ്. ഫൈനലി വാവ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിക്കർ ടാങ്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ഓക്കെ, സ്റ്റിക്കർ ടാങ്ക് കാണാനായിട്ട് പറ്റും. ദി ഹോൾ ലേക്ക് ഡിസ്ട്രിക്ട് കാണാൻ പറ്റും ഇവിടുന്ന്. അങ്ങനെ നമ്മൾ ഹാരിസൺ സ്റ്റിക്കലിൻ്റെ സമ്മിറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി പേവിയാർക്കാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. നിങ്ങൾ ആ ചെറിയ ഒരു കുനിപ്പ് പോലത്തെ സാധനം കണ്ടോ, ആ മല, അതാണ് പേവിയാർക്ക്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്നൊരു വഴിയുണ്ട്, ചെറിയ ഒരു അത്യാവശ്യം എലിവേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് കയറി നോക്കാം. പിന്നെ ഇനി അടുത്തത് എവിടെ പോകുന്നുള്ളത് നമുക്ക് അവിടെ ചെന്നതിന് ശേഷം ആലോചിക്കാം. നമുക്ക് എന്തായാലും ഒരു ഫുൾ ഡേ ഉണ്ട്, അപ്പോൾ നടന്ന് നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഹാരിസൺ സ്റ്റിക്കലിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ടുംകൂർ നോട്ട് എന്ന് പറഞ്ഞ ഒരു സമ്മിറ്റിനകത്താണ്. ചെറിയൊരു സമ്മിറ്റ്. ഇത് ഭയങ്കര റോക്കി ആയിട്ടുള്ള സ്ലേറ്റ് പോലത്തെ റോക്ക് ഫോർമേഷൻ. കല്ലിങ്ങനെ ചെത്തി വെച്ചേക്കുന്നു എല്ലായിടത്തും. ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഈ കാണുന്ന പോലെ ഫുള്ള് ചെത്തി വെച്ചേക്കാം. ഇതാണ് സമ്മിറ്റ് പോയിന്റ് വന്നത്. യെസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പേവിയാർക്കിലോട്ടാണ്. പേവിയാർക്ക് അവിടെയാണ്. നമുക്കിനിയും ഒരുപാട് പോകാനായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഈ മുന്തിരിക്ക് നല്ല മധുരമാണ്. ഇത് സൗത്ത് ആഫ്രിക്ക എന്നുള്ള മുന്തിരിയാണ്. സൗത്ത് ആഫ്രിക്ക, കൺട്രി ഓഫ് ഒറിജിൻ. ഞാൻ അതിൽ മുമ്പ് നോക്കി മേടിക്കും, അതുകൊണ്ടാണ് മധുരം. ഐ തിങ്ക് സോ. ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ മുന്തിരി കൺട്രി ഓഫ് ഒറിജിൻ ആണെങ്കിൽ നല്ല മധുരം ആയിരിക്കും. പക്ഷെ ഇന്ത്യ എന്നുള്ളത് ഭയങ്കര പുളിയാണ്. റിയലി
അറ്റത്തെ സ്റ്റെപ്പുകളാണ് പേരിയാർക്കിലോട്ടുള്ളത്. മുകളിലത്തെ വ്യൂ എങ്ങനെയാണെന്ന് അറിയില്ല. സോ സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഹാരിസൺ സ്റ്റിക്കലിൻ്റെയും സമ്മിറ്റ് അടിച്ച് പേവിയാർക്കിൻ്റെയും സമ്മിറ്റ് അടിച്ച് നമ്മളിപ്പോൾ കറങ്ങി നേരെ സ്റ്റിക്കൽ ട്രാനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റിക്കൽ ട്രാനിലോട്ട് മാത്രമായിട്ട് വരുന്നതിൻ്റെ വേറൊരു ഈസി റൂട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ സൈഡിനകത്തായിട്ട് ഞാൻ ടാഗ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിക്കൽ ട്രാനിൻ്റെ അവിടെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയിട്ട് ന്യൂ ഡഞ്ചൻ ഗിൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അങ്ങോട്ടേക്ക് ആയിരിക്കും നമ്മൾ ചെല്ലുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത് ഓൾഡ് ഡഞ്ചൻ ഗിൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ അടുത്തുനിന്ന്. അത് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നമ്മുടെ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്ത് പൈക്കോ സ്റ്റിക്കിൽ സബ്മിറ്റ് ചെയ്ത് പിന്നെ നെക്സ്റ്റ് ഡേ ഇറങ്ങിയപ്പോൾ ഹാരിസൺ സ്റ്റിക്കിലും പേവിയാർക്കും അടിച്ച് സ്റ്റിക്കർ ടൗണിലോട്ട് എത്തി. ഇതൊരു സർക്കുലർ റൂട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ സർക്കുലർ ട്രെയിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് എവിടെ ക്യാമ്പ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. അതൊരു സർപ്രൈസാണ്, നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ കുറച്ചേരം ഇവിടെ നിന്ന് ചില്ല് ചെയ്തു, കൈയും കാലൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി. അപ്പോൾ നല്ല നമുക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് താഴെ എത്തിയിട്ട് പറയാം.
ഇല്ല ഇല്ല നോക്കുന്നുണ്ട്. ഓ ഞങ്ങള് ഇറങ്ങി പാതി വഴിയായി. തളർന്നു, കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഇറക്കം നല്ല കുത്തനെ ഉള്ളൊരു ഇറക്കം അയക്കുന്നുണ്ട്. ഇങ്ങനെ കുത്തി 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 ഇറങ്ങി വന്ന ഞങ്ങൾ ഇവിടെ ഒരു മരത്തിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ ഓർത്തു. ഇനി ഒരു കുറച്ചും കൂടെ ഉണ്ട്, ഒരു 20 മിനിറ്റ്സും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾഡ് ഡഞ്ച് ന്യൂ ഡഞ്ചങ്കിൾ ഹോട്ടലിൻ്റെ അവിടെ എത്തും. അവിടെ നിന്ന് ഒരു ബിയർ അടിച്ച് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ആ പറഞ്ഞ സ്ഥലത്തോട്ട് പോകും. ലെറ്റ്സ് സീ. ഫൈനലി ഭൂമിയിലെത്തി ഗൈസ്. നമ്മളങ്ങനെ ഓൾഡ് ഡഞ്ചനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ന്യൂ ഡഞ്ചനിൽ അവസാനിപ്പിച്ചു. പക്ഷെ ഈച്ച് സ്റ്റെപ്പ് വാസ് വർത്ത്. അടിപൊളിയായിരുന്നു. ഇനിയിപ്പോ ചെന്ന് നല്ല തണുത്ത ഒരു ബിയർ അടിക്കണം. യെസ്. അപ്പൊ ഹോട്ടലിനുള്ളിൽ കാണാം. ഞങ്ങളങ്ങനെ ഓൾഡ് ഡഞ്ചനിലോട്ട് തന്നെ തിരികെ എത്തി. ചെറുതായിട്ട് ഫുഡും കഴിച്ചു, ബിയർ അടിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബ്ലീട്ടാൺ. ഞങ്ങള് ഇതിനു മുമ്പ് അങ്ങോട്ട് പോയിട്ടില്ല, അപ്പൊ ആദ്യമായിട്ടാണ് ആ സൈഡിലോട്ട് പോണത്. അത് ചെറിയൊരു ടാണും പിന്നെ ഒരു ലേക്ക് പോലെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നതും പിന്നെ അതിൻ്റെ സൈഡിനകത്തായിട്ട് വുഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ വുഡ്സിനകത്താണ് ക്യാമ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് അറിയില്ല അവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ, ആൾക്കാരുണ്ടോ, എന്താ അവസ്ഥ എന്നൊന്നും. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ 8-8:30 വരെ ഡേ ലൈറ്റ് ഉണ്ട്.
വെതറും നല്ല അടിപൊളി വെതർ. എത്ര ഡിഗ്രി 20 ഡിഗ്രിയൊക്കെ 20 ഡിഗ്രിയാണ് വെതർ. രാത്രിയും അങ്ങനെ കാര്യമായിട്ട് ഡൗൺ ഒന്നും ആവുന്നില്ല. സോ മിനിമം ഒരു 12 ഡിഗ്രി 10 താഴത്തോട്ട് പോകണില്ല. അപ്പൊ അതുകൊണ്ട് വലിയ വിഷയം ഉണ്ടാവില്ല. സോ ഈ കല്ലിന്റെ കാര്യമാണ്. ഈ മതില് കണ്ടോ സൈഡില്, ഇതാണ് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ 11th century സംതിങ് ലൈക്ക് ദാറ്റ്, നോട്ട് ഷുവർ. എന്തോ ഉണ്ട്. നല്ല മനോഹരമായ ബ്രിട്ടീഷ് കൺട്രി സൈഡിലൂടെയുള്ള യാത്ര. അതെ, ചുറ്റിനും മലകളാ, ചുറ്റിനും മലകളാ. യെസ്, കുട്ടികൾ പുല്ല് തിന്നുന്നു. അമ്മ ആടുണ്ട്, കുഞ്ഞാടുണ്ട്. നല്ല സൺലൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല കളർ, നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. നല്ല ഭംഗിയെല്ലാം കാണാനായിട്ട്. ഇപ്പൊ പോകുന്ന സ്ഥലം എവിടെയായിട്ടാണെന്ന് അറിയില്ല കറക്റ്റ്. ഈ വഴി തന്നെ കാണിക്കുന്നത്. പോയി നോക്കാം. പണി പാളി ഗൈസ്. ഞങ്ങള് മാപ്പിനകത്ത് നോക്കിയപ്പോ ബ്ലീട്ടൺ താഴത്തായിട്ടുള്ള പോലത്തെ ഒരു പ്രദേശത്തായിരുന്നു. അങ്ങനെ തോന്നി പക്ഷെ തോന്നലായിരുന്നു. യെസ്, ഇത് നമ്മള് കേരളയിലും വലിയ പക്ഷെ റോഡാന്നേ ഉള്ളൂ. റോഡാണ്. നമ്മളിങ്ങനെ ഈ കയറ്റം അങ്ങ് മുകളിലോട്ട് കയറണം. ആ മലയുടെ അപ്പുറത്തായിട്ടാണ് ബ്ലീട്ടൺ. സോ ഇനിയും കയറണം. പക്ഷെ നല്ല കാഴ്ചകളും നല്ല വെതർ അയക്കുന്നുണ്ട്. സൈക്കിള് പക്ഷെ നല്ല വെതർ ഇതൊക്കെ അയക്കുന്നുണ്ട്. കയറാം, സമയമുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ബ്ലീട്ടാൻ കണ്ടുപിടിച്ചേക്കാണ്. ആ കാണുന്നതാണ് ബ്ലീട്ടാൻ. പ്ലസ് അവിടെ കുറച്ച് വുഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം അവിടെ എവിടെയെങ്കിലും സൈഡിലായിട്ട് ക്യാമ്പ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പെട്ടു ഇവിടെ. നോ ക്യാമ്പിങ്, നോ ഫയേഴ്സ്. അപ്പോൾ നല്ല ഈച്ചയും ഉണ്ട് ഇവിടെ. കാണാൻ പറ്റുമോയെന്ന് അറിയില്ല, നല്ല ഈച്ച ഉണ്ട്. അപ്പോൾ വുഡ്സിലോട്ട് കയറുന്നത് നടക്കില്ല. അത് ഒരു ബാഡ് ഐഡിയ ആയിരിക്കും. നമ്മളെല്ലാം പിച്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് നമ്മളോട് ഇറങ്ങാൻ പറയുവാണെങ്കിൽ, ഇപ്പോൾ മണി 7:30 അപ്പോൾ ഡേ ലൈറ്റും പോയി തുടങ്ങി. അപ്പോൾ നമുക്കത് രാത്രി പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് പകരം ഇപ്പോൾ സൈഡ് പൈക്ക് എന്ന് പറഞ്ഞുള്ള ഒരു ചെറിയൊരു മൗണ്ടൻ ഉണ്ട് അപ്പുറത്ത്. നമ്മൾ അതിൻ്റെ മുകളിൽ വരെ കയറുന്നില്ല. പക്ഷെ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്പോട്ട് നോക്കി നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മാറുകയാണ്. ഇല്ലെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടാവും. കാരണം നമ്മൾ റൂൾസ് എല്ലാം യെസ്, വി ഷുഡ് റെസ്പെക്ട് ദി റൂൾസ്. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്ത സ്ഥലം നോക്കാം. ലെറ്റ്സ് ഗോ. ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരിത്. ഇതാണ് ഇതിൻ്റെയൊക്കെ രസം. നമ്മളിപ്പോൾ ഒരു ടാസ്കിനകത്ത് വിട്ടു, ഇനിയിപ്പോൾ എങ്ങനെ ഇത് സർവൈവ് ചെയ്ത് കയറുന്നുള്ളതാണ്. അപ്പോൾ നോക്കാം. കാലൊക്കെ പയറായി. സോ let's go. Yes. ക്യാമ്പിംഗ് പോടുന്നു. യെസ്, നമ്മളിപ്പോൾ അവിടെ ക്യാമ്പിങ്, വൈൽഡ് ക്യാമ്പിങ് റെസ്ട്രിക്റ്റഡ് അയക്കുന്നുണ്ട്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് സൈഡ് പൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൈക്ക്, ഒരു ചെറിയൊരു മൗണ്ടൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആയിട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ നോക്കണം. നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. നമ്മുടെ പ്ലാൻ എല്ലാം തെറ്റി. അവിടെ ആ പ്രശ്നം വന്നുകൊണ്ട് ഡേ ലൈറ്റും പോയി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാമ്പ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സ്ഥലം വേണമായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്തു. നേരെ നമുക്ക് മിക്കിൾഡൺ വാലിയും പൈക്കോസ്റ്റിക്കും എല്ലാം വ്യൂ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഡേ ലൈറ്റ് പോയതുകൊണ്ട് ടെൻറ്റ് സെറ്റാണ്, അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളിപ്പോൾ നൈസിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം
ചെറിയൊരു ക്യാമ്പ് ഫയർ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വിൽ കോൾ ഇറ്റ് എ ഡേ. അങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, കംപ്ലീറ്റ്ലി അൺപ്ലാൻഡ്. അതെ, ഞങ്ങൾ ഓർത്തു ബ്ലീട്ടാൻ പോയിട്ട് അവിടെ വുഡ്സിനകത്ത് ക്യാമ്പ് ചെയ്തിട്ട് നല്ല രസമാണ് അവിടെ, പക്ഷെ അവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ആരെങ്കിലും ക്യാമ്പ് ചെയ്തിട്ട് അലമ്പാക്കിയിട്ടുണ്ടാവും മേ ബി. ലൈക്ക് നമ്മൾ ഗൂഗിൾ നോക്കിയപ്പോഴത്തേക്കും മുന്നേ ആളുകൾ ക്യാമ്പ് ചെയ്തിട്ട് ലൈക്ക് ഈ ക്യാമ്പ് ഫയറിന്റെ ഒക്കെ പിക്ചേഴ്സ് കണ്ടു. അപ്പൊ ആ ഉദ്ദേശത്തിലാണ് നമ്മൾ അത് പിടിച്ചത്. പക്ഷെ മേ ബി പിന്നെ വുഡ്സും കൂടെ അയക്കുന്നോണ്ട് ക്യാമ്പ് ഫയർ ഒക്കെ ഇഷ്യൂ ആണ്. അപ്പൊ അത് കാരണം അവര് ബോർഡും സൈനും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് ലംഘിച്ച് കയറുവാണെന്നുണ്ടെങ്കിൽ കോൺസിക്വൻസസ് നല്ല ഫൈൻ ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല വിഷയം. അപ്പോൾ ഫോർ ദി സേഫർ സൈഡ് നമ്മളത് ആ റിസ്ക് എടുക്കേണ്ടെന്നാണ് തോന്നിയത്. പിന്നെ ഞങ്ങൾ ഓൾറെഡി നല്ല ടയർഡായിരുന്നു. അപ്പോൾ സൈഡിൽ തന്നെയായിട്ട് ഈ സൈഡ് പൈക്ക് എന്നുള്ള സൈഡിലുള്ള സൈഡ് പൈക്ക് ഞങ്ങൾ അതിനകത്ത് കയറി ഒരു വിധത്തിനകത്ത് ഒരു കുഴപ്പമില്ലാത്തൊരു സ്പോട്ട് കണ്ടു. കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ നല്ലതാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. സോ നമ്മളിവിടെ ടെൻറ്റ് സെറ്റ് ചെയ്തു, ചെറിയൊരു ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്ത് വിൽ കോൾ ഇറ്റ് എ ഡേ. അപ്പോൾ സ്റ്റിൽ ഇറ്റ് വാസ് എ ഗുഡ് ഡേ. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. സോ നമ്മളങ്ങനെ ആ സ്പിരിറ്റിനകത്ത് എടുക്കുക. ഇപ്പോൾ ക്യാമ്പ് ഫയറും എല്ലാം വന്നപ്പോൾ നല്ല കോസി ആയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്. നല്ല സണ്ണി മോർണിംഗ് ആണ്. പുറത്തത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. അടിപൊളി വ്യൂ. നമ്മുടെ 2 ദിവസത്തെ ജേണി അവസാനിക്കുകയാണ് ഇന്ന്. 2 നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. അതെ, വളരെയധികം എക്സ്പെക്റ്റഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സിന്റെ ഒരു മേള. നല്ലതായിരുന്നു. പക്ഷേ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ മൾട്ടി ഡേ ഹൈക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോ ഒരു ധൈര്യമായി മൗണ്ടൻസിന്റെ ഒക്കെ മുകളിലോട്ട് കയറാനായിട്ട്. നേരത്തെ ഒരു പേടിയായിരുന്നു, ഇതിന്റെ മുകളിൽ കയറി എന്താണ് ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് എന്തായിരിക്കും, അങ്ങനെയൊക്കെ ടെൻഷനായിരുന്നു. യെസ്, പക്ഷേ ഈ 2 ദിവസം നമ്മൾ നമ്മുടെ 2 പേരുടെയും ലിമിറ്റ് പുഷ് ചെയ്തു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ 2 ദിവസത്തേക്ക് നോക്കണ്ട, ഇനി 2 ദിവസത്തേക്ക് നോക്കണം. ഇനി 2 ദിവസത്തേക്ക് ബെഡ് റെസ്റ്റ് ആയിരിക്കും. അതെ, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമന്റിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് നമ്മുടെ ചാനലിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതെ, എന്നാലാണ് നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, അപ്പോൾ ഇനി മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ